LDF സർക്കാരിന് അല്ലെങ്കിൽ LDF മുന്നണിക്ക് വലിയ പരാജയം ഉണ്ടാക്കി കൊടുത്തതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കിടന്ന ആളുകൾ, അത് ആശാ വർക്കർമാരാകട്ടെ, PSC ഉദ്യോഗാർത്ഥികളാകട്ടെ, അവരോട് അന്നത്തെ സർക്കാർ എടുത്ത സമീപനം. പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി നോക്കുന്നതും അന്ന് സമരം ചെയ്തവർക്ക് നീതി കിട്ടുമെന്നുള്ളതാണ്. PSCയുടെ കാര്യത്തിലൊന്നും വ്യക്തമായ ഒരു തീരുമാനവും ഇതുവരെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ PSCയുടെ കാര്യത്തിലൊന്നും പെട്ടെന്നൊരു തീരുമാനമോ അഴിച്ചുപണിയിലേക്കൊന്നും പോകാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും അടുത്ത അല്ലെങ്കിൽ കോൺഗ്രസിന്റെ UDFന്റെ കൈ പൊള്ളാൻ പോകുന്നത് PSCയിലായിരിക്കുമോ? PSCയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി PSCയുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടൊരു കാലഘട്ടമാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് CPO പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയെന്ന് അവകാശപ്പെട്ട നസീമും ശിവരഞ്ജിത്തും പ്രത്യക്ഷപ്പെടുന്നത്. അവരെ പിന്നീട് അറസ്റ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് എക്സാം മാനിപ്പുലേഷൻ നടത്തി എന്നുള്ള രീതിയിൽ അറസ്റ്റ് ചെയ്തു. അവരെ ജയിലിൽ വെച്ച് PSC ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കൊടുത്ത് അവർക്ക് എക്സാം എഴുതിയപ്പോൾ അവർക്ക് ഒരു മാർക്ക് പോലും സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആ കേസ് ഇന്നും കോടതിയിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ പിൻവാതിലിലൂടെ CPMകാരെ കൃത്യമായി തിരികെ കയറ്റുന്ന, അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളെ കൃത്യമായി തിരികെ കയറ്റുന്ന പണി ഇടതുപക്ഷവും CPMും കഴിഞ്ഞ 10 വർഷമായി കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഏതൊരു കാലഘട്ടത്തിലും 5 വർഷം കൂടുമ്പോൾ ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങൾ നടക്കാതെ പോകും. പക്ഷെ കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി ഇവർക്കൊരു ഭരണം കിട്ടിയത് PSCയെ അടിമുടി അഴിമതിക്കുള്ളിലാക്കാൻ ഈ കഴിഞ്ഞ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു സത്യമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഈ UDF സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷവും ടീച്ചേഴ്സിൻ്റെ എക്സാം കാൻഡിഡേറ്റ്സാണ് സെക്രട്ടേറിയറ്റിൽ നടക്കൽ സമരത്തിലുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സാം നടത്തുമ്പോൾ ഈ കേരളത്തിനകത്ത് 500 വേക്കൻസിയാണ് ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ 500 വേക്കൻസിയിൽ ഡിവിഷൻ ഫാള് സംഭവിച്ച 1100ഓളം അധ്യാപകരുണ്ട്. അപ്പോൾ ഈ 500 വേക്കൻസിയിൽ ഈ 1100 പേരെ അക്കോമഡേറ്റ് ചെയ്താൽ പോലും 611 വേക്കൻസിയോളം വീണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഡിവിഷൻ ഫാള് സംഭവിച്ച നിലവിലുള്ള അധ്യാപകരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ജോലി ഒരിക്കൽ കൊടുത്തവരാണ് അവർ. ഈ പറയുന്നത് പോലെ തന്നെ PSC എഴുതി ജോലി നേടി വന്നിരിക്കുന്ന ആളുകളാണ്. ആ ആളുകളെ സംരക്ഷിച്ചിട്ട് ഒരു സീറ്റ് പോലും ഇല്ലാത്ത സമയത്താണ് PSC ഈ എക്സാം നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതും ഈ എക്സാം നടത്തുകയും റാങ്ക് ലിസ്റ്റ് ഏകദേശം സപ്ലിമെൻ്ററിയും മെയിൻ റാങ്ക് ലിസ്റ്റും കൂടെ കൂടി ഏകദേശം 3000-നടുത്തുള്ള ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ആളുകളെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുക? അതിനു വേണ്ടിയിട്ട് UDF സർക്കാരിന് മുന്നിൽ വന്നു. സർക്കാർ അധികാരമേറ്റ ഉടനെ തന്നെ UDF സർക്കാരിന് മുന്നിൽ വന്നു. അവർ ആ സമരം 3 വട്ടം മന്ത്രിതലത്തിലും 1 വട്ടം മുഖ്യമന്ത്രി തലത്തിലും ചർച്ച നടത്തി. അവർ ആ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു പോയിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് UDFും ഐക്യജനാധിപത്യ മുന്നണിയും നിതാന്തമായിട്ട് തന്നെ പരിശ്രമിക്കുന്നുണ്ട്. അവരെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യബോധത്തോടെയാണ് തന്നെയാണ് സർക്കാർ പോകുന്നത്. അതുപോലെ തന്നെ ഈ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരു അണ്ടർ സെക്രട്ടറി പോസ്റ്റ് എക്സാം നടത്തിയിട്ടുണ്ട്. ആ എക്സാം നടത്തി വളരെ ദുരൂഹമായിട്ടാണ് എക്സാമൊക്കെ നടത്തിയിരിക്കുന്നത്. PSC ഒരു എന്താ പറയുക, ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട് നിലനിൽക്കുമ്പോൾ പോലും അതിൽ കൃത്യമായിട്ട് രാഷ്ട്രീയം കൈകടത്തി അതിൻ്റെ അകത്ത് തങ്ങൾക്ക് അനുകൂലമാകുന്ന, അല്ലെങ്കിൽ നാളുകളിൽ തങ്ങൾക്ക് അനുകൂലമായേക്കാവുന്ന ആളുകളെല്ലാം കുത്തി നിറച്ചുകൊണ്ട് ഇതിൻ്റെ വിശ്വാസ്യതയെ നശിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി. അതുപോലെ തന്നെ PSCയുടെ ഇതുവരെയുള്ള കഴിഞ്ഞ 10 വർഷത്തെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് അതിന് കൃത്യമായ ഒരു PSCയുടെ വിശ്വാസ്യത തിരിച്ചു പിടിക്കുന്നതിനുള്ള എല്ലാ ശ്രമവും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഇത്തരം പിഴവുകൾ ഉണ്ടാകാതിരിക്കാൻ കൂടി സർക്കാർ നോക്കണമല്ലോ. കാര്യം പിൻവാതിൽ നിയമനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇഷ്ടമുള്ളവർക്ക് UDF പാർട്ടിക്കകത്ത് നിന്ന്, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്കോ ബന്ധുക്കൾക്കോ ഒന്നും നിയമനം കൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാനാകുമോ? ഇഷ്ടമുള്ളവർക്കും ബന്ധുക്കൾക്കും ഒക്കെ നിയമനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ UDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 10 വർഷമായി ഈ സർക്കാർ കാണിച്ചു കൂട്ടിയതിൻ്റെ ബലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ അനുഭവിച്ചത്. ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഉയർത്തിയിൽ പ്രധാന പങ്കുവഹിച്ച ഒന്നാണ് PSCയും ആശാ വർക്കർമാരുടെ സമരവും ഒക്കെ. ഈ PSC വിഷയത്തിൽ ചെയർമാൻ 4.5 ലക്ഷം രൂപയോളം ശമ്പളം പൊതുഖജനാവിൽ നിന്ന് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നികുതി പണം വാങ്ങിക്കുന്ന ആളാണ്. അദ്ദേഹം ഇതിനകത്ത് ബാക്കിയുള്ള മെമ്പർമാരെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട്
ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, എക്സാമിനേഷൻ്റെ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ പണിയും ഇദ്ദേഹം തന്നെയാണ് എടുക്കുന്നത്. ഇന്ന് PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയാണ്. ഞങ്ങൾ ഭരണത്തിലേറിയ പാർട്ടിയല്ലേ, എന്തുകൊണ്ടാണ് ഇവിടുത്തെ DYFIക്കും SFIക്കും സനോജിനും വസീഫിനും ഒന്നും ഇവിടെ ചോദ്യങ്ങളില്ലാതെയാവുന്നത്? ഇന്ന് ഒരു പോസ്റ്റിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് ഒരാളെ മാത്രം വിളിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് അതിനെതിരെ ഇന്ന് പട്ടത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ജനാധിപത്യപരമായിട്ടും അതുപോലെ തന്നെ കൃത്യമായ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലും സിംഗിൾ വിൻഡോ സംവിധാനത്തിലൂടെയും ഒക്കെ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യണമെന്നും ഇടതുപക്ഷ സർക്കാരിനുണ്ടായ വീഴ്ചകൾ വരുത്താതെ മുന്നോട്ട് പോകണം എന്നുമാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോ സമരത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് മുൻപ് നടന്നൊരു സംഭവമായിട്ട് ചോദിക്കാം. KSUവിന്റെ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് അന്ന് KSUവും മുഖ്യമന്ത്രിയുമായി നേരിട്ടൊരു പോരെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അലോഷ്യസിനെ മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. നമ്മൾ എല്ലാവരും വീഡിയോ കണ്ടതാണ്. മുഖ്യമന്ത്രി കാണാഞ്ഞതാണോ അല്ലെങ്കിൽ കാണാതെ പോയതാണോ എന്നുള്ളത്. അപ്പൊ പ്ലീഡർ വിവാദത്തിൽ KSU വ്യക്തമായൊരു സ്റ്റാൻഡ് എടുത്തു. പല ആളുകളും ആ നിലപാടെടുത്ത ആളുകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സുധീരനടക്കമുള്ള നേതാക്കൾ വരികയും ചെയ്തു. എന്നിട്ട് നമ്മൾ കണ്ടതാണ് എന്തായിരുന്നു, അതിൽ നിന്ന് മുഖ്യമന്ത്രി പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. അപ്പോൾ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാൻ മാത്രമേ പോഷക സംഘടനകൾക്ക് കഴിയൂ എന്നതാണോ? തിരുത്തേണ്ടി വന്നാൽ സർക്കാർ തിരുത്തുമെന്ന് ഒരു തെറ്റ് പറ്റി സർക്കാരിന്. അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസും KSUവും തെരുവിലേക്ക് ഇറങ്ങാൻ ഒരു തീരുമാനമെടുക്കുന്നു. സർക്കാർ ആ തെറ്റ് തിരുത്തുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത, പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോഴോ 102 സീറ്റിൽ പരാജയപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോഴോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആ പാർട്ടിക്കകത്ത് ആളില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ റിലാക്സേഷൻ VD സതീശൻ എന്നല്ല, കോൺഗ്രസിന് ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ആ റിലാക്സേഷൻ കോൺഗ്രസിൽ ലഭിക്കുകയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും അവർക്കൊക്കെ ഓരോ വിഷയത്തിലും കൃത്യമായ നിലപാടുകളുണ്ടാവും. ഈ നിലപാടുകളെല്ലാം ഭരണ സംവിധാനവുമായി ചേർന്ന് പോകുമോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാം. അത് ആരോഗ്യകരമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ സ്വാഭാവികമായിട്ടും പാർട്ടിയും സർക്കാരും തമ്മിലുണ്ടാവണം. സർക്കാരിനെ നയിക്കേണ്ടത് പാർട്ടിയുടെ നിലപാടുകളായിരിക്കണം. ആ നിലപാടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വ്യതിചലനങ്ങൾ ഉണ്ടാക്കിയാൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്വം KSUവിനും SFIക്കും ഒക്കെ ഉണ്ട്. അല്ല, KSUവിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ ഉണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാർ മുന്നോട്ട് വരും. സ്വാഭാവികമായിട്ടും അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പക്ഷേ അതൊരു ഏറ്റുമുട്ടൽ എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. കാരണം എന്തെന്നാൽ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങൾ ജനാധിപത്യത്തിൻ്റെ ഭൂഷണമാണ്. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ വയലാർ രവിയും ഉമ്മൻചാണ്ടിയും VM സുധീരനും ഒക്കെ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ VD സതീശനും ഒക്കെ മുൻകാലങ്ങളിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അത് VD സതീശൻ ഈ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് ചെയ്തതാണ് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ KSUവിൻ്റെ നിലപാട് ഈ കാലഘട്ടത്തിൽ KSUവും പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതിന് അങ്ങനെ കാണേണ്ട കാര്യമേ ഉള്ളൂ. വളരെ വലിയ ഒരു പുകമറ സൃഷ്ടിക്കേണ്ട വിഷയമൊന്നുമില്ല. അത് ചെറിയ ചെറിയ വാക്പോരുകളാണ്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. അല്ല, ജനാധിപത്യ പാർട്ടിയാണെന്ന് പറഞ്ഞല്ലോ. പിണറായി വിജയനെ ആരും ചോദ്യം ചെയ്യില്ല. അത് നമ്മളെപ്പോഴും പറഞ്ഞ കേഡർ പാർട്ടിയാണ്. എന്നാൽ കോൺഗ്രസിൽ കുറച്ച് ജനാധിപത്യം കൂടുതലല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടത്? ജനാധിപത്യം കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അതിവിടെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നറേഷനാണ്. അതായത് ഒരു വിഷയത്തിൽ ഒരു സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അവകാശം ആ പാർട്ടിയെ ചുമതലപ്പെടുത്തുന്നതിന് പകരം മാധ്യമങ്ങൾ ഇന്ന ആൾക്കാണ് കൂടുതൽ സാധ്യത, ഇന്ന ആൾക്കാണ് കൂടുതൽ വോട്ട്, അതൊക്കെ ഒരു ഔദ്യോഗികമായോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിസ്ഥാനത്തിൻ്റെ പുറത്ത് കൊടുക്കുന്ന വാർത്തകളല്ല. അതൊക്കെ TPR റേറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന വാർത്തകൾ മാത്രമാണ്. മറിച്ച് ജനാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും ആ അഭിപ്രായത്തിന് ശേഷം വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്ന് ഒരഭിപ്രായത്തിലേക്ക് സമന്വയിച്ച് അതിനോടൊപ്പം ചേരുന്നതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ ഞാനൊരു കാര്യം കൽപ്പിക്കും, ആ കാര്യം മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്നത് പോലെ കേഡർ എന്നും അതിനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഏകാധിപത്യമാണ്. അത് സ്റ്റാലിനും മുസോളിനിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഏകാധിപത്യത്തിൻ്റെ വേറൊരു വേർഷനാണ്. ജനാധിപത്യത്തിൻ്റെ ഏകാധിപത്യ വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം.